ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തംബ്നെയിലും ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബിഗിനിങ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വ്യൂസ് കിട്ടാറുണ്ട്, പക്ഷെ ആരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല, ഒരു കമൻറ്റും തരാറില്ല. കമൻറ്റ് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കും, പക്ഷേ ലൈക്ക് ചെയ്യാത്ത എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതും കുറവായിരിക്കും. കാരണം നമുക്കങ്ങനെ ചെയ്യാനും കൂടെ തോന്നാനല്ല. നമ്മളിങ്ങനെ മെറ്റീരിയൽ കിറ്റുകളും മേക്കിംഗ് വീഡിയോസ്, ഒരുപാട് പേര് മേക്കിംഗ് വീഡിയോസ് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മളും കുറച്ചും കൂടെ ബാക്കിലോട്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയുന്നൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പുതിയൊരു മെറ്റീരിയൽ കിറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, ഇതിന് മുന്നേ ഒരു തവണ നമ്മൾ ഹെയർ ബാൻഡിൻ്റെയും ഈ ടൈപ്പ് വരുന്ന ബാംഗിൾസിൻ്റെ ഒക്കെ മെറ്റീരിയൽ കിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റലിൻ്റെ ബാംഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാം സെയിം ബീഡ്സ് തന്നെ ആയിരിക്കും, കളറിൽ മാത്രമേ ഡിഫറൻസ് വരൂ കേട്ടോ. ഇതിൻ്റെ എൻഡിൽ ഇതുപോലെയല്ല കൊടുക്കുക. ഇതിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ 2 ബീഡ്സ്, ഞാനിവിടെ ഈ ഐറ്റംസ് സ്റ്റിക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് B7000-ൻ്റെയൊക്കെ ഗം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ചെയ്യാത്തത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗം വെച്ച് സ്റ്റിക്ക് ചെയ്ത് അവിടെ സ്റ്റിക്കായി നിൽക്കും. അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ ഗം വെച്ച് സ്റ്റിക്ക് ചെയ്താൽ ഇത് സ്റ്റിക്കായി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളൊരു 2x2 ബാങ്കിളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 10 ബാങ്കിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക കേട്ടോ. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഇതാണ്. ഇതിൻ്റെ എൻഡിൽ ആ ബീഡ്സ് കൊടുക്കാനുള്ള ബീഡ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യാത്ത കാരണമാണ് ആ ബീഡ്സ് വെക്കാത്തത് കേട്ടോ. ഫസ്റ്റ് ഇതുപോലെയുള്ള ഈ ഒരു ഫ്ലവർ ബീഡ്, പേസ്റ്റൽ ബീഡും വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ്. അടുത്ത ടൈപ്പ് പറഞ്ഞാൽ ഇതേപോലെ ഗ്ലാസ് എഫക്റ്റുള്ള നമ്മുടെ ഷൈനിങ് ബീഡ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ്. വീഡിയോ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത് കേട്ടോ. അടുത്ത് വന്നിട്ട് ഈ പേസ്റ്റലിൽ തന്നെ റോസ് ബോൾ, ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റോസ് ബോളിലാണ് ചെയ്തെടുത്തത്. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെയുള്ള റോസ് ബോൾസ് വെച്ചിട്ട്, പിന്നെ നമ്മുടെ ബോബീഡ് ഉണ്ടല്ലോ, ആ ഒരു ബോബീഡ് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ആ ഒരു ബോബീഡ് വെച്ചിട്ടുള്ളത്. നമ്മുടെ പേസ്റ്റൽ ടൈപ്പിൽ തന്നെ വലിയ ടൈപ്പ് ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള ഈ ഒരു ടൈപ്പ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ജെല്ലി ബീഡ്സിൽ അതുപോലെ തന്നെ ഫ്രോസ്റ്റ് ബട്ടർഫ്ലൈ വെച്ചിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു റാബിറ്റ്. ഇത് റാബിറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, കാരണം ഈ ഒരു ബണ്ണി ഷേപ്പ് തന്നെ ഉണ്ടാവുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു മെറ്റലിൻ്റെ ബാങ്കിളിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഹോള് വലിപ്പമുള്ള ബീഡ്സ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏതെങ്കിലും ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഹോള് വലിപ്പമുള്ള ബീഡ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു മെറ്റൽ ബാങ്കിളിൻ്റെ അകത്തോട്ട് അത് ഇൻസേർട്ട് ആവുള്ളൂ. പിന്നെ അത് ഈ ഒരു ഗ്ലാസ് എഫക്റ്റ് തരുന്ന ഈ ഒരു ടൈപ്പുള്ള ഫ്ലവർ ബീഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു ബാങ്കിൾ. പിന്നെ ഈ ഒരു ക്യാൻഡി ബീഡും അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ് വരുന്ന ബീഡും പേസ്റ്റൽ ബോളും വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള പേസ്റ്റൽ ബീഡ്സ് തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്യാൻഡിയുടെ നമ്മൾ ഷൈനിങ് ഗ്ലാസ് ടൈപ്പ് ബീഡ്സിൽ ക്യാൻഡി ഷേപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം. ഓക്കെ, ഇത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് 10 ടൈപ്പ് ബാങ്കിൾ ചെയ്യാനുള്ള മെറ്റീരിയൽ. കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 130 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റ് ആവശ്യമുള്ളവർ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാവും എന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. 130 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10 ബാങ്കിൾ ചെയ്യാൻ ആവശ്യമുള്ള മെറ്റീരിയൽസാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് കാണിച്ചു തരാം. ഇതിനകത്ത് ഇതുപോലെ 10 ബാങ്കിൾസ് ഉണ്ടാവും. ഇത് മിക്സഡ് കളേഴ്സായിട്ടാണ് വെക്കേണ്ടാവുക കേട്ടോ. കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡും നിക്കൽ ഷെയ്ഡും, അതായത് സിൽവർ ഷെയ്ഡ് പോലെ വരുന്ന ഷെയ്ഡ്, അങ്ങനെ 10 പീസ് ബാങ്കിളാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നമ്മുടെ ബാംഗിൾസുകളുണ്ടല്ലോ, അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ബീഡ്സ് ഉണ്ട്. ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് ബീഡ്സ് നമുക്ക് ഇതിലുണ്ടാവും കേട്ടോ. ഈ ടൈപ്പിൽ വരുന്ന നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ബീഡ്സും ഈ ഒരു കിറ്റിനകത്തുണ്ടാവും. അപ്പോൾ ഇത്രയും ഐറ്റംസിനാണ് നമുക്ക് റേറ്റ് വരുന്നത്. 130 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗമ്മ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 25 ml ഗമ്മ് അതല്ലാന്നുണ്ടെങ്കിൽ 110 ml അവൈലബിൾ ആണ്, അത് പർച്ചേസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയും ഐറ്റംസ് ചെയ്യാൻ ആവശ്യമില്ല. മെറ്റീരിയൽ കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.